അഖിൽ എൻആർഡിയുടെ ഭാര്യ ഒളിച്ചോടി പോയതിൽ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ആഞ്ചലീന മറിയാണ് ആ വ്യക്തി. ഇത് കർമ്മയാടാ, നീ അനുഭവിക്കുമടാ എന്നാണ് ആഞ്ചലീനയ്ക്ക് അഖിൽ എൻആർഡിയോട് പറയാനുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ, പണ്ട് ആഞ്ചലീന ബിഗ് ബോസിൽ പോയി കളിച്ചിരുന്ന സമയത്ത് അഖിൽ എൻആർഡിയും ടീമും ഇഡിബോസ് എന്ന് പറഞ്ഞൊരു സ്പൂഫ് പ്രോഗ്രാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ വെച്ച് തന്നെയും താൻ അനുഭവിക്കുന്ന OCD എന്ന മെന്റൽ കണ്ടീഷനെയും അഖിൽ എൻആർഡി കളിയാക്കിയിരുന്നു എന്നാണ് ആഞ്ചലീന പറയുന്നത്. എത്രയോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ OCD എന്ന് പറയുന്നത്. അത് വെച്ച് അവൻ കളിയാക്കി കണ്ടന്റ് ഉണ്ടാക്കി. അത് അന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ഭാര്യ ഒളിച്ചോടി. അത് വെച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇതാണ് കർമ്മ എന്നൊക്കെ പറയുന്നത്. അവരങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയാണ് ആഞ്ചലീന ആദ്യം രംഗത്ത് വരുന്നത്. ആഞ്ചലീനയുടെ ചില സ്റ്റോറികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലോട്ട് ഓഫ് content creators have trolled me in different way. I even enjoy watching that. But what you did is absolutely cruelty. Not only me, there are many people suffering from OCD, trying so much hard to cope up with their life, a life with medication, injection, etc. ഒരാളുടെ ആരോഗ്യ അവസ്ഥ ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കൽ അത് വിറ്റ് കാശാക്കുമ്പോൾ ഓർക്കുക, നാളെ നിന്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവർ കാശാക്കും. Get some realization in life, bro. I was a YouTube subscriber and Instagram follower of content creator Akhil NRD. Until I came to watch his video in YouTube about me, I enjoyed the video except one thing, obsessive compulsive disorder. Go through this in Google. I am still in treatment since 2019. There are many OCD patients who have the same symptoms like me, especially mysophobia. Doing a content is fine, but creating a content on one's health condition is not that good but cruelty. I have cried a lot, even felt troubled in sleep after watching that video. I was emotionally going through too much of pain because of you. At that stage I believed in karma. Yes, I wished that one day you will go through the same stage like me. Whatever the situation, I came to know that you were emotionally damaged in recent days. This is what I had gone through because of you. This is karma. When you throw a stone to sea, you don't know to what depth will that stone falls on the bottom of the sea. Please think before creating this kind of contents. Again, NRD is not my X or Y. Read my recent Instagram story properly, and I didn't do anything bad to him, but his karma did. We human beings don't have the ability to rewrite our mistake done in our past. Yeah, that's quite impossible for us. But we have the ability to realize the mistake, regret, apologize, correct ourselves and avoid repeating the same. No one is perfect in this world. Mistake happen, correct it. Never hurt anyone physically or mentally until they hurt us. Both will pay off. Trust me, karma is real. I have experienced it in my life. Doing good deeds brings good to you and bad deeds brings the hell. Okay, എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഖിൽ എൻആർഡി പണ്ട് എന്റെ OCD കണ്ടീഷനെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുള്ളതാണ് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത്. അവൻ അങ്ങനെ തന്നെ വേണം എന്നൊരു ടോളിലാണ് ഇവിടെ ആഞ്ചലീന സ്റ്റോറി എഴുതി വെച്ചിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ആഞ്ചലീന പറയുന്നത് പോലെ അവളുടെ OCD കണ്ടീഷനെ കളിയാക്കിക്കൊണ്ട് അഖിൽ എൻആർഡി വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഇഡിബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ വീഡിയോ കാണേണ്ടതുണ്ട്. അതിനു മുമ്പ് OCDയെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നുന്നു. OCD എന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാകും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മെന്റൽ കണ്ടീഷനാണ് ഈ പറയുന്ന OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ OCD എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. വൃത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് OCD ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ 2-3 തവണ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ OCD കാരനാണ് എന്നൊക്കെ. പക്ഷെ അതല്ലേ ശരിക്കും OCD. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്നിപ്പോ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് കരുതുക. അങ്ങനെ പോയതിനു ശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സംശയം വന്നിട്ടുള്ളത്, വീട് ലോക്ക് ചെയ്തോ, ഇനി ലോക്ക് ചെയ്യാൻ അങ്ങനെ മറന്നോ? അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അനുമാനത്തിൽ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ പോകും, അല്ലേ? പക്ഷെ OCD ഉള്ള ഒരാൾക്ക് ആ സംശയം അത്ര എളുപ്പത്തിൽ പോകണമെന്നില്ല. ലോക്ക് ചെയ്തില്ലെങ്കിലോ, വീട്ടിൽ കള്ളം കയറിയാലോ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവസാനം തിരിച്ചു പോയിട്ട് വാതിൽ നോക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ വീണ്ടും അതേ സംശയം വരും, വീണ്ടും പോയി നോക്കും. അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോ, അയൺ ബോക്സ് ഓഫ് ചെയ്തോ, ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയോ, ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാൾക്ക് സാധാരണ അഴുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൈ കഴുകും. പക്ഷെ OCD ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ അഴുക്കാണ്, അഴുക്കിൽ ജംസ് ഉണ്ട്, ഈ ജംസ് കാരണം എനിക്ക് രോഗം ഉണ്ടാകും, ആ രോഗം മറ്റൊരാളിലേക്ക് പടരും, അത് ഭയങ്കര പ്രശ്നമാവുമെന്നാണ് ഇവർ ചിന്തിക്കുക. എന്നിട്ട് ഇവരെന്താക്കും? ഒരുപാട് തവണ കൈ കഴുകിക്കൊണ്ടേയിരിക്കും. എത്ര കൈകാര്യം ഇവർക്ക് മതിയാവില്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇതൊക്കെ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല, ചെയ്യാതിരുന്നാൽ ഇവരുടെ മനസ്സിൽ വരുന്ന
ആങ്സൈറ്റി കൊണ്ടാണ് ഇവരിത് വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ OCD എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങും ചെക്കിങ്ങും മാത്രമല്ല, ചിലർക്ക് താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ചില തോട്ട്സ് വീണ്ടും വീണ്ടും വരാം. ഉദാഹരണത്തിന് ഞാൻ അറിയാതെ മറ്റൊരാളെ ഹേർട്ട് ചെയ്തു പോകുമോ എന്നുള്ളൊരു ചിന്ത. ആ ചിന്ത വന്നതുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, പക്ഷെ ആ തോട്ട് തന്നെ അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാം. അപ്പൊ വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു അൺവാണ്ടഡ് തോട്ട് വീണ്ടും വീണ്ടും വരുന്നു. ആ ആങ്സൈറ്റി കുറയ്ക്കാൻ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. അതാണ് OCDയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന പാറ്റേൺ. അപ്പൊ OCDയെ കുറിച്ച് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആഞ്ചലിനെ തന്നെ കളിയാക്കിയെന്ന് ആരോപിക്കുന്ന അഖിൽ എൻആർഡിയുടെ ഇഡി ബോസ് എന്ന എപ്പിസോഡിൽ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. അടുത്തേ നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു കാന്താരിയാണ്. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം വ്യക്തിയെ. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മഞ്ജലീന. അയ്യോ ചേട്ടാ, എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നു പുറത്തുനിന്ന്. മുളപ്പട്ടി ഇവിടെ മുളപ്പട്ടി. പുറത്തൊരു പട്ടി ഉണ്ടായിരുന്നു, എന്നെ കടിക്കാൻ വന്നു ചേട്ടാ. ഏത് പട്ടിയാ മോളെ? ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. അയ്യോ ചേട്ടാ, എന്നെ LKG പഠിക്കാൻ നേരത്തെ എന്റെ ഒരു പപ്പി എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അതെന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുവാ ചേട്ടാ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. പുറത്തുണ്ട് ചേട്ടാ. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ എവിടെ ചെന്നാലും അങ്ങ് ഒറ്റപ്പെടലേ ചേട്ടാ. മോളെ അഭിനയൊക്കെ അകത്ത് കേറിയിട്ട് മതി. ഇവിടെ വെച്ച് കാണാൻ പോണ അഭിനയം വേണ്ട. മുട്ടാൽ ഞാൻ കേട്ടിട്ടുള്ളൂ. മോളെ മോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അയ്യോ ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മുടിക്ക് സപ്പോർട്ടായിരുന്നു. എന്നെ ആൾക്കാർ പറയുന്നുണ്ട് ലേഡീസ് സൂപ്പർ സ്റ്റാർ. എന്ത് മോളെ? ലേഡീസ് സൂപ്പർ സ്റ്റാർ. എന്താ മോളെ? എന്താ തള്ളമോളെ? എന്റെ ദൈവമേ, എനിക്ക് വയ്യത്. എന്ത് മോളെ മോളുടെ ഒരു ഇത് വെച്ച് ഇതിനകത്ത് ആരായിരിക്കും മോളെ വിജയിക്കാൻ പോകുന്നത്? അത് ചേട്ടാ, എം അടിക്കുന്നവരെല്ലാം എം അടിക്കും. എന്താ മോളെ? സോറി ചേട്ടാ, ഫസ്റ്റ് അടിക്കുന്നവരെല്ലാം ഫസ്റ്റ് അടിക്കും. മോളെ, ഈ ബിഗ് ബോസിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം തിരിച്ചറിയുക, സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ഒരു മാതൃകയാകുക. അതാണ് മോളെ നമ്മുടെ ലക്ഷ്യം. പിന്നെ അങ്ങോട്ട് കേറുമ്പോൾ തന്നെ 6 തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന ബിഗ് ബോസ് തിരക്കുന്ന അപ്പോഴാ സമാധാനം. അയ്യോ, ഡെയിലി ടാസ്കിൽ ആരാ കിഴങ്ങെന്ന് ചോദിക്കും. വീക്കിലി ടാസ്കിൽ മനുഷ്യന്റെ കയ്യിൽ കാലം തല്ലിയോടുന്ന ടൈപ്പിലുള്ള ഗെയിം തരും. പിന്നെ ഇഷ്ടമില്ലാത്തമാരുടെ പേര് ഫ്രണ്ടിലിരുത്തി പറയിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് അവന്മാരെ ജയിലിലാക്കും. എന്നിട്ട് പറയുന്നത് സമാധാനം വേണമെന്ന്. നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തോ? ബിഗ് ബോസ് കട തമ്മിലടിക്കാന്നുള്ളതല്ലേ? അപ്പൊ ഇവളെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവളെ ഇതാണ് ആഞ്ചലിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞ എഡിബോസിലെ ആ എപ്പിസോഡ്. ആ എപ്പിസോഡിൽ ആഞ്ചലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത്. ഇവിടെ ആഞ്ചലിനെ അവതരിപ്പിക്കുന്ന ആള് പറയുന്നുണ്ട്, LKGയിൽ പഠിക്കുന്ന സമയത്ത് എന്നൊരു പട്ടി കടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ആ പട്ടി എന്നെ കടിക്കാൻ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് പേടിയാണ് എന്നൊക്കെ. അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തെ ഉദ്ദേശിച്ചാണ് തന്റെ OCD എന്ന കണ്ടീഷനെ കളിയാക്കിക്കൊണ്ട് അഖിൽ എൻആർഡി കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് ആഞ്ചലിനെ ആരോപിക്കുന്നത്. അല്ലാതെ OCDയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പരാമർശങ്ങളൊന്നും ഈ വീഡിയോ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി എനിക്ക് വിട്ടുപോയതാണോ എന്ന് അറിയില്ല. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ. പക്ഷെ ആക്ച്വലി പട്ടി കടിക്കാൻ വരുന്നത് പോലെ തോന്നുന്നതും OCD തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ചൈൽഡ്ഹുഡ് ട്രോമയും അതിനെ തുടർന്നുള്ള ആങ്സൈറ്റി എന്നതിനപ്പുറത്തേക്ക് പട്ടി കടിക്കാൻ വരുന്നു എന്ന് തോന്നുന്നതിനെയൊക്കെ OCDയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മേ ബി പട്ടി ഇല്ലാത്തപ്പോഴും പട്ടി കടിക്കാൻ വരുന്ന പോലെ തോന്നുകയും വേണ്ടാത്ത ചിന്തകൾ വരികയും പട്ടി ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പുറത്തു പോയി ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് OCDക്ക് കാരണമാകാം എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആഞ്ചലിനെ ഡോക്ടറെ കാണിച്ചിട്ട് തനിക്ക് OCD ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ഈ പട്ടി കടിക്കാൻ വരുന്നത് പോലെ തോന്നുന്നതും ഒരു പക്ഷേ OCDയുടെ ഭാഗമാണെന്ന് ആഞ്ചലിനയുടെ ഡോക്ടർ ആഞ്ചലിനയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം അവർ ഇത്രയും ഉറപ്പോടെ ഇത് വന്നിരുന്ന് പറയുന്നതെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇനിയിപ്പോ OCD ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ആ ഒരു കണ്ടീഷനെ കളിയാക്കി എന്നുള്ളതാണല്ലോ ആഞ്ചലിനോട് പരാതി. അപ്പൊ എന്റെ ചോദ്യം അതല്ല, 3 കൊല്ലം മുമ്പേ നടന്ന സംഭവമാണ്. ഇതിനെക്കുറിച്ച് അന്ന് യാതൊരു പ്രതികരണം നടത്താതെ ഇപ്പൊ അഖിൽ എൻആർഡി ഒരു മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് കുത്തി പൊക്കിക്കൊണ്ടുവന്ന് കുത്തി നോക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആഞ്ചലിനെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഗുഡ് ഈവനിങ് ഗൈസ്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വരുന്ന വിഷയം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഐ ലിറ്ററലി നോ. കാരണം കഴിഞ്ഞ ദിവസം കോണ്ടന്റ് ക്രിയേറ്റർ അഖിൽ എൻആർഡിനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അതിനെ റിലേറ്റ് ചെയ്ത് ഇന്ന് കുറച്ച് ന്യൂസ് ചാനൽക്കാർ കുറച്ച് ന്യൂസൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ന്യൂസ് ചാനൽ ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇന്ന കാര്യം ന്യൂസ് ആക്കിയിടാൻ. ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഐ ഹാവ് നെവർ അപ്രോച്ച്ഡ് എനി വൺ ഓഫ് ദിസ് ഗൈസ്. പക്ഷെ ഞാൻ ഇട്ട കാര്യം ന്യൂസ് ചാനൽക്കാർക്ക് നോക്കിയപ്പോൾ അവർക്കും നല്ലൊരു അവസരമാണ്. അവരത് ഒബ്വിയസ്ലി അവരത് യൂട്ടിലൈസ് ചെയ്തു.
അപ്പൊ എനിക്ക് ന്യൂസിന്റെ സംഭവങ്ങൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോരുത്തർ പല ചാനലിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നല്ലേ എന്ന് ഞാൻ അറിയണത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോ കുറച്ച് കമന്റ്സ്, കുറെ അല്ല എന്നാലും കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ചുളിവിൽ ഏഞ്ചലിന് അഖിലനാർഡിയുടെ കേസിൽ റീച്ച് ആവാൻ വന്നതാണെന്ന്. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചെന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടോ എന്ന് കുത്തിരുന്ന് ആലോചിക്കുക. ഞാനല്ല ചുളിവില് റീച്ച് ആവാൻ നോക്കിയ, മനസ്സിലായോ? ഒരാളുടെ മോശം ആരോഗ്യാവസ്ഥ എന്നെ തന്നെയാണ് ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഞാൻ അഖിലനാടി എന്ന വ്യക്തിയെ പേഴ്സണലി അറിയുകയോ ആളുടെ മറ്റേ വീഡിയോസിൽ ഒരു മോശം കമന്റ് ഇടുകയോ ആളുടെ കുടുംബത്തെ ചെന്നിരിക്കുകയോ ആളായിട്ട് നേരിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഞാൻ എന്ന വ്യക്തിയെ എന്റെ മോശമായ ആരോഗ്യാവസ്ഥയെ കോണ്ടന്റ് ആക്കി യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ചുളിവിൽ റീച്ച് ഉണ്ടാക്കിയതും കാശ് വാരിയതും അഖിലനാർഡി എന്ന വ്യക്തിയാണ്. സോ ഞാനല്ല ഇവിടെ റീച്ച് ഉണ്ടാക്കിയത്. അഖിലനാർഡി എന്ന വ്യക്തിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഈസ് മോണിറ്റൈസ്ഡ്. ഓക്കെ, ഏഞ്ചലിൻ മരി എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലനാർഡിനെ വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്? റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ആഞ്ചലിന അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിഷയം അവതരിപ്പിക്കണം, അതിന്റെ കൂടെ കുറച്ച് റീച്ചും കിട്ടണം. അതിനു വേണ്ടിയാണ് കറക്റ്റ് സമയം നോക്കി ആഞ്ചലീന അഖിലനാർഡിയെ കയറി പിടിച്ചത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഖിലനാർഡി. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് വിവാദപരമായിട്ട് ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും, നല്ല റീച്ചും കിട്ടും. കുറെ ആൾക്കാർ ആഞ്ചലീനയുടെ അക്കൗണ്ടും കയറി നോക്കും, അതുവഴി അക്കൗണ്ടിൽ നല്ല എൻഗേജ്മെന്റും കിട്ടും. ഇതൊന്നും ആഞ്ചലീന ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ആഞ്ചലീന കുറച്ചുകൂടെ പറഞ്ഞാട്ടെ. എന്റെ ആരോഗ്യാവസ്ഥയെ വെച്ച് മോശമായി പരിഹസിച്ചുകൊണ്ട് 100% ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഭയങ്കര ക്രൂഷ്യൽ ആയ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനെ 100% പരിഹസിച്ചുകൊണ്ട് അഖിലനാർഡിയുടെ കോണ്ടന്റിന് കുഴപ്പമൊന്നുമില്ല അല്ലെ? ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു ഗൈസ്? കാരണം ഞാൻ ചോദിക്കുന്നത് കമന്റ്സ് ഇട്ടോരാണോ കേട്ടോ. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. നോട്ട് ഓൾ ഓഫ് യു ഗൈസ്. ഞാൻ ഈ ചില കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. 3 കൊല്ലം മുമ്പേ നടന്ന സംഭവമാണ്. അതിനെതിരെ നീ പണ്ടേ പ്രതികരിക്കണമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. പകരം അഖിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നീ നിന്റെ പ്രതികാരം വീട്ടി. ഇതൊരുമാതിരി സാഡിസ്റ്റിക് പരിപാടി ആയിപ്പോയി ഉള്ളത് പറയാലോ. അഖിൽ എന്നാണ്ട് നിന്നെ കളിയാക്കിയത് തെറ്റ് തന്നെയാണ്, അത് സമ്മതിച്ച്. അതിന് ഇങ്ങനെയല്ല പ്രതികാരം വീട്ടേണ്ടത്, അതിനുള്ള സമയമല്ലേ ഇത്. ഇത്രയും ക്രൂരമായ രീതിയിൽ പകരം വീട്ടാൻ മാത്രമുള്ള വലിയ തെറ്റൊന്നും അഖിൽ എന്നാണ്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൾക്ക് ഇങ്ങനെ രോഗമുണ്ടെന്ന് അഖിലിന് അറിയുക പോലും ഉണ്ടാവില്ല. മാത്രമല്ല അന്ന് ആ പരിപാടിയുടെ സ്ക്രിപ്റ്റ് എഴുതിയതും ഡയറക്ട് ചെയ്തതും ഒന്നും അഖിൽ എന്നാർഡി അല്ല. അഖിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ എന്നാർഡിയുടെ സുഹൃത്തായിട്ടുള്ള അരുൺ എന്നാർഡി എന്ന് പറയുന്ന വ്യക്തി ആഞ്ചലിനയുടെ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ആഞ്ചൽ പറയുന്ന കാര്യവുമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യത്തെ 2 ആഴ്ച ഏഞ്ചൽ പങ്കെടുത്തിരുന്നു. അതിൽ സ്പൂഫ് അഖിൽ എന്നാർഡി യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അതിലെ കണ്ടന്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞത് പോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ ചാനലിന്റെ ലോങ് വീഡിയോ സെക്ഷനിൽ കണ്ടന്റ് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റ് ഞാൻ സീസൺ സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ചെയ്യുന്നതാണ്. അന്ന് ഏഞ്ചൽ ബിഗ് ബോസിൽ സ്ക്രിപ്റ്റഡ് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ട്രോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അകത്തുണ്ടായിരുന്ന ടൈമിൽ നല്ല ട്രോൾ കിട്ടിയിരുന്നു. ബിഗ് ബോസ് കണ്ടന്റ് എടുക്കുന്ന റോസ്റ്റ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചാണ്. അത് ട്രോൾ ചെയ്ത കുറേ ട്രോൾ പേജസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നോക്കിയേനെ. പിന്നെ ഏഞ്ചൽ ഫേക്ക് കളിക്കുകയാണ് എന്ന് ബിഗ് ബോസിൽ എല്ലാവരും ആ കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കണ്ടന്റ് ആയി വന്നതും അങ്ങനെയാണ്. ഒരാളെ മാത്രമല്ല, ഇതിലെ എല്ലാവരെയും അവർ ചെയ്ത് വെച്ച് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീസണിൽ സ്കിറ്റ് വരെ വേറെ വന്നിട്ടുണ്ട്. ഇത് നടന്ന് കുറെ ആയി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അഖിലല്ല താനാണ് അന്ന് ആ വീഡിയോ ഡയറക്റ്റ് ചെയ്തതെന്നാണ് അരുൺ എന്നാർഡി പറയുന്നത്. ആഞ്ചലിനേക്ക് ഓസിലുണ്ട് എന്ന് ആ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയുക പോലുമില്ല. ഇവൾക്ക് പട്ടിയെ പേടിയാണെന്ന് പറഞ്ഞ് ഇവരത് വെച്ച് ട്രോൾ ഉണ്ടാക്കി. ആ ട്രോൾ ആഞ്ചലിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അവൻ എന്റെ അസുഖത്തെ കളിയാക്കി അതിനുള്ള കർമ്മയാണ് അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. എന്തായാലും ആഞ്ചലിനൊക്കെ പറയുള്ളൂ, ബാക്കിയോട് കേട്ടോക്കാം. ആദ്യം തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഡിസോർഡറിനെ പറ്റി ഒരു സൈക്കാട്രിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുക. ABCD അറിയാത്തവരോടാണ് ഈ പറയണേ. ഇനി എന്തെങ്കിലും ABCD അറിയണമെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ മയോ ക്ലിനിക്കിന്റെ സൈറ്റിൽ കയറി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ പറ്റി ചെറുതായിട്ടൊന്ന് പഠിക്കുക. ശകലം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനവിടെ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന്. ഈവൻ മലയാളം സിനിമകളിൽ പോലും
ഫോർ എക്സാമ്പിൾ നോർത്ത് 24 കാതം എന്ന മൂവിയില് ഫാസിൽ സർ കാണിക്കുന്ന ക്യാരക്ടർ, അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ആ മൂവി തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്ന ഒരു OCD പേഷ്യന്റിന്റെ ലൈഫാണ്. അതുപോലെ തന്നെ അഹം എന്ന സിനിമയിൽ മോഹൻലാൽ സർ ആയിരുന്നു ആ ക്യാരക്ടർ കൊണ്ടുപോയത്. OCD തന്നെ ഏകദേശം അതേപോലത്തെ ട്രേഡ്സ് പോണത്തെ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടൊരു മൂവി, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ സർ ചെയ്തത്, അഹം എന്നൊരു മൂവി. ആ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പൊ ഇത്ര മലയാളം മൂവീസുകളിൽ പോലും OCD എന്ന ഡിസോർഡറിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുമ്പോ ഇതിനെപ്പറ്റി ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായി? അപ്പൊ ഞാൻ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞതൊരു സിംറ്റംസ് ആണ്. ഞാൻ ഈ അഖിലണ്ണാരുടെ അവിടെ പരിഹസിച്ചിട്ടുള്ളത് OCD വളരെ സിവിയർ സ്റ്റേജിൽ കൊണ്ടിരിക്കുന്ന ഒരാളുടെ സിംറ്റംസ്, അല്ലെങ്കിൽ OCDക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അതില് ഒരു സിംറ്റമാണ് ഞാൻ ഈ പറഞ്ഞ ഈ അഖിലണ്ണാരുടെ കോണ്ടന്റ് ഒക്കെ ഇട്ടത്. മനസ്സിലായി? ഇതുപോലെ സിംറ്റംസ് ഉള്ള വേറെ പേഷ്യൻസ് ഉണ്ട്. ചിലപ്പോ കാണുമ്പോ വിചാരിക്കും ഓ അവൾക്ക് മാത്രം ഇങ്ങനത്തെ സിംറ്റം അല്ല. ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്ത് ചോദിക്കുക, അപ്പൊ പറയൂ അവര് ഇതേ സിംറ്റംസ് ആയിട്ട് എത്ര പേഷ്യൻസ് വരുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനത്തെ ചില സിംറ്റംസുകൾ വരുമ്പോ അവർക്ക് അറിയണില്ല അത് OCD ആണ്, ഇതിന് മെഡിക്കേഷൻസ് എടുക്കണം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുത്താലേ കുറച്ച് നാളെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഒന്നാമത്തെ കാര്യം, സൊസൈറ്റിയിൽ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നത് വളരെ നെഗറ്റീവായിട്ട് സ്റ്റീരിയോ ടൈപ്ഡ് ആണ്. സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലിലാണ്, അങ്കമാലി, നീരജ് എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ. ഞാൻ അവിടെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ബിഗ് ബോസ് ഏഞ്ചൽ എന്ന് പറഞ്ഞ എന്നൊരു ചേച്ചി വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത ഡോക്ടറെ കാണാൻ നമ്മൾ ഒബ്വിയസ്ലി ചോദിക്കില്ല എന്താ പറ്റിയത് ഡോക്ടർ. അപ്പൊ ആള് നീരജ് ഡോക്ടർ ക്യാബിന്റെ അടുത്തുള്ള വേറെ ഡോക്ടറിന്റെ പേര് എന്നോട് പറഞ്ഞു. കാരണം സൈക്കാട്രിസ്റ്റ് പറയാനുള്ള പേടി കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ആളെ കാണാനെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സ്ക്രീനിൽ, അപ്പോൾ ഹോസ്പിറ്റലിൽ സ്ക്രീനിൽ ഓരോ ആൾക്കാരെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോ പേര് എഴുതി കാണിക്കും. അപ്പൊ നീരജ് ഡോക്ടറിന്റെ പേരിന്റെ ഇടയിൽ ഈ ചേച്ചിയുടെ പേര് എഴുതി കാണിച്ചപ്പോഴാണ് ഐ റിയലൈസ്ഡ് പുള്ളിക്കാരി സൈക്കാട്രിസ്റ്റിനെ കാണാനാ വന്നേന്ന്. പക്ഷെ ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നാണക്കേടാണെന്നുള്ള മിഥ്യാധാരണ കൊണ്ടാണ് പലവരും സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കണേ. സത്യം പറഞ്ഞ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്ന 100 പേരില് 50 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ജീവിച്ചിരുന്നേനെ. സത്യമായിട്ടും ഞാൻ പോലും ഞാൻ തൃശ്ശൂർ ഒരു സ്കൂളിൽ 9ഉം 10ഉം പഠിച്ച് 10th ഞാൻ ഡിസ്റ്റിങ്ഷൻ ഹോൾഡർ ആയിരുന്നു. CBSE കേട്ടോ. +1 അതേ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈക്ക് എന്റെ +1 കയറി ഒരു 2-3 months ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് OCD സിംറ്റംസ് വന്ന് തുടങ്ങണേ. കുറെ നാള് ഞാൻ ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പലരും നോട്ടീസ് ചെയ്യണ്ട, എന്റെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വീഡിയോന്റെ 2ാം ഭാഗം അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ ആഞ്ചലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എന്തേലും ആവട്ടെ. എന്തായാലും ആഞ്ചലീന ഇപ്പൊ ചെയ്ത ഈ പരിപാടിയോട് എനിക്ക് പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല. ആഞ്ചലീനക്ക് വേണമെങ്കിൽ മറ്റു പല രീതിയിലും ഈ സംഭവത്തെ ഡീൽ ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് റീച്ച് മുന്നിൽ കണ്ട് തന്നെയായിരിക്കണം. ആഞ്ചലീന പറഞ്ഞ പോലെ ഇത് കർമ്മയാണെങ്കിൽ ഈ വീഡിയോ ഡയറക്റ്റ് ചെയ്ത അരുൺ NRDക്കായിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ആഞ്ചലീനയോട് വേഷം അഭിനയിച്ച ഒരു ചങ്ങായി ഉണ്ടല്ലോ, അവനായിരുന്നു വരേണ്ടിയിരുന്നത്. അല്ലാതെ കൂടെ അഭിനയിക്കുക മാത്രം ചെയ്ത അഖിലിനല്ലായിരുന്നു കർമ്മഫലം അനുഭവിക്കേണ്ടി വരേണ്ടിയിരുന്നത്. പറഞ്ഞു വരുമ്പോൾ അന്നത്തെ വീഡിയോയിൽ ആഞ്ചലീനയെ കളിയാക്കുന്നതിൽ ഏറ്റവും കുറവ് പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അഖിൽ NRD. അങ്ങനെയുള്ള ഒരാളോട് നീ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് നിന്റെ ഭാര്യ ഒളിച്ചോടി പോയത്, നീ കർമ്മയാടാ അനുഭവിക്കുന്നത്, നീ അനുഭവിക്കുമാടാ എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ മോശം കാര്യം തന്നെയാണ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.